പ്രിയപ്പെട്ടവരെ, സുഖമാണെന്ന് കരുതുന്നു. സുഖമാണോ? അതെ. ക്രിസ്മസ് നമുക്ക് ഒരു 6 സമ്മാനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഉണ്ണീശോ നമുക്ക് കൊണ്ടുവരുന്ന 6 സമ്മാനങ്ങളുണ്ട്. അതിലേതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ എടുക്കണം. എന്തൊക്കെയാണ് ഈ 6 സമ്മാനങ്ങൾ? പറയാമോ? ക്രിസ്മസിന് പുൽക്കൂടിനരികെ ചെല്ലുന്ന എല്ലാവർക്കും കിട്ടുന്ന 6 സമ്മാനങ്ങൾ എന്തൊക്കെയാണത്? 1, സമാധാനത്തിൻ്റെ സമ്മാനം. 2, സന്തോഷത്തിൻ്റെ സമ്മാനം. 3, ദൈവസ്നേഹാനുഭവത്തിൻ്റെ സമ്മാനം. 4, ദൈവകരുണയുടെ സമ്മാനം. പിന്നെന്താണ്? 5, രക്ഷയുടെ സമ്മാനം. 6, നമ്മളെ പ്രകാശിതരാക്കുന്ന സമ്മാനം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു നോക്കിയാൽ പറയാൻ പറ്റുമെന്ന്? 1, സമാധാനത്തിൻ്റെ സമ്മാനം. സന്തോഷത്തിൻ്റെ സമ്മാനം. 3, സ്നേഹത്തിൻ്റെ സമ്മാനം. 4, കരുണയുടെ സമ്മാനം. പിന്നെന്താണ്? 5, രക്ഷയുടെ സമ്മാനം. 6, പ്രകാശത്തിൻ്റെ സമ്മാനം. ഇതിലേതാ നിങ്ങൾ എടുക്കാൻ പോകുന്നത്? എന്നാ മിണ്ടാതിരിക്കുന്നത്? ഏതാ വേണ്ടേ? എല്ലാം വേണ്ട. ഒരു കൈ വെക്കുകയെ. ഇതെല്ലാം നമുക്ക് വേണ്ടതാണെന്നുള്ള കണ്ടോ? അപ്പം ഏതെങ്കിലും ഒന്നെടുത്ത് പോകാൻ തീരുമാനിച്ചിട്ടില്ല, എല്ലാം കൊണ്ടുപോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വചന സന്ദേശം ലഭിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനത്തിൻ്റെ സമ്മാനമായും, പിന്നെ സന്തോഷത്തിൻ്റെ സമ്മാനമായും, രക്ഷയുടെ സമ്മാനമായും, കരുണയുടെ സമ്മാനമായും, സ്നേഹത്തിൻ്റെ സമ്മാനമായും, രക്ഷയുടെ സമ്മാനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിറയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ, നിങ്ങൾ നോട്ടൊക്കെ എഴുതുന്നവർ എഴുതിയെടുക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനം. അത് നമ്മൾ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഒത്തിരി പറയുകയും വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദേശമാണ്. അതെന്താണെന്നറിയാമോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. എല്ലാവരും കൂടെ പറഞ്ഞ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പം ആർക്കാ സമാധാനം? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് സമാധാനം. സങ്കീർത്തനം 29:11 നല്ലൊരു വചനം പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ അധികം കേട്ടിട്ടുണ്ടായിരിക്കില്ല. അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് തൻ്റെ ജനത്തിന് എന്ത് നൽകി അനുഗ്രഹിക്കണം? സമാധാനം നൽകി അനുഗ്രഹിക്കണം. ഒന്നും കൂടെ പറഞ്ഞേ, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ക്രിസ്മസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവം തൻ്റെ ജനത്തിന് സമാധാനം കൊടുക്കുന്ന സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇനി സങ്കീർത്തനം 34:14 ഒന്ന് നോക്കാം നമുക്ക്. സങ്കീർത്തനം 34:14 പ്രകാരം പറയുകയാണ്, തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. എവിടെ സമാധാനം? ആരെ പിന്തുടരേണ്ടത്? തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. നന്മ ചെയ്യുമ്പോൾ എന്ത് വരും? സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. സങ്കീർത്തനം 34:14. ഒരിക്കലൊരു വീട്ടിലുണ്ടായൊരു സംഭവമാണ്. ഒരമ്മച്ചി, നമ്മൾ സാധാരണ രാത്രി ക്രിസ്മസ് കൂടി വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് കഴിയുമ്പോൾ പുൽക്കൂടിനരികെ പോയേച്ചിട്ട് ഉണ്ണീശോയെ വണങ്ങി ആരാധിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് നമ്മളിങ്ങ് പോരും. പക്ഷേ ഈ അമ്മച്ചി അങ്ങനെയല്ല ചെയ്ത്. ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞേച്ച് അമ്മച്ചി ഇങ്ങ് പോരുന്നതിന് മുൻപ് അമ്മച്ചി ഒരു കാര്യം ചെയ്തു. ഉണ്ണീശോയോട് പറഞ്ഞു, ഉണ്ണീശോയെ നീ എൻ്റെ വീട്ടിലേക്ക് വരണേ. ക്രിസ്മസ് ആഘോഷിക്കാൻ മക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്, വീട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ചെന്നാൽ ഉടനെ തന്നെ അപ്പം ചുടണം, കറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അവസാനത്തെ പരിപാടിയൊക്കെ ചെയ്താൽ മതി. അതുകൊണ്ട് അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉണ്ണീശോയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ വരണം. അങ്ങനെ പറഞ്ഞ് ഉണ്ണീശോയെ എങ്ങോട്ട് വിളിച്ചിട്ട് പോയി? വീട്ടിലേക്ക് വിളിച്ചിട്ട് പോയി. നമ്മളാരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ?
നമ്മൾ വണങ്ങും, ആരാധിക്കും, അനുഗ്രഹങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ എങ്ങോട്ട് വരണമെന്ന് പറയാറില്ല, വീട്ടിലേക്ക് വരണമെന്ന് പറയാറില്ല. ഈ അമ്മച്ചി എന്ത് ചെയ്തു? വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ പാതിരാത്രി കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അമ്മച്ചി പെട്ടെന്ന് തന്നെ അപ്പവും കറിയൊക്കെ ആക്കി, കാപ്പിയെല്ലാം ആക്കി, പിള്ളേർ രാവിലെ കുർബാനയ്ക്ക് പോയവരും കൂടി ഇങ്ങ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അമ്മച്ചിക്ക് വിരുന്നുകാരനെത്തുന്നത്. വിരുന്നുകാരനെത്തിയപ്പോൾ എങ്ങനെയായിരുന്നു? ഒരു ഭിക്ഷാടകനായിരുന്നു. ഒരു ഭിക്ഷാടകൻ കയറി രാവിലെ, ക്രിസ്മസിൻ്റെ ദിവസം രാവിലെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അത് അമ്മച്ചിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മച്ചി പെട്ടെന്ന് 10 രൂപ എടുത്ത് കൊടുത്തിട്ട് അമ്മച്ചി പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചീനെ കിലുകില വിറയ്ക്കാൻ തുടങ്ങി. അമ്മച്ചിയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ഇങ്ങനെ കേൾക്കുകയാണ്: നീ വിളിച്ചിട്ടല്ല ഞാൻ വന്നത്, എന്നിട്ട് നീ എന്നെ അവഗണിച്ചല്ലോ. നീ വിളിച്ചിട്ടല്ല ഞാൻ വന്നത്, എന്നിട്ട് നീ എന്നെ അവഗണിച്ചല്ലോ. മനസ്സിലായില്ലേ കാര്യം? അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലോ ഭാവത്തിലോ അല്ല ആര് വരുന്നത്? ഈശോ വരുന്നത്. ചിലപ്പോൾ ഈശോ ഒരു ഭിക്ഷാടൻ്റെ വേഷം കെട്ടും, ചിലപ്പോൾ ഈശോ ഒരു മാനസിക രോഗിയുടെ വേഷം കെട്ടും, ചിലപ്പോൾ ഈശോ വലിയൊരു സമ്പന്നൻ്റെ വേഷത്തിലായിരിക്കാൻ വരുന്നത്, നമുക്കറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. ഞാൻ അതും കൂടെ പറയണമെന്ന് ഓർത്ത് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഈ ചെറിയവരിൽ ഒരുവിന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വചനം അതായിരുന്നു. ഈ ചെറിയവരിൽ ഒരുവിനെ നമ്മൾ ചെയ്യാതെ പോകുമ്പോൾ ആർക്കാണ് ചെയ്യാതെ പോകുന്നത്? ഈശോയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ അമ്മച്ചി ഈ ഭിക്ഷാടകനെ 10 രൂപ കൊടുത്ത് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ശരീരവും മനസ്സും ഒരുപോലെ വിറയ്ക്കാൻ തുടങ്ങി. എന്താ കാരണം? അമ്മച്ചിക്ക് അന്നേരമാണ് ഓർമ്മ വന്നത്. പുൽക്കൂടിനരികെ ചെന്ന് നിന്നിട്ട് ആരെയായിരുന്നു വീട്ടിലേക്ക് വിളിച്ചത്? ഈശോയെ വീട്ടിലേക്ക് വിളിച്ച കാര്യം അമ്മച്ചി മറന്നുപോയി. 1. 2, ഈശോ വരുന്നത് ഇങ്ങനൊരു ഭിക്ഷാടകൻ്റെ രൂപത്തിലായിരിക്കുമെന്നുള്ളത് അമ്മച്ചിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അമ്മച്ചിയുടെ കയ്യിലിരുന്നൊക്കെ അവിടെ ഇട്ടിട്ട് അമ്മച്ചി ഇറങ്ങി ഭിക്ഷാടകൻ പോയ വഴിയെ ഓടി. എന്തിനാണ്? തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ, കാപ്പി കൊടുക്കാൻ. അത് ഈശോ ആയിരുന്നുവെന്ന് തോന്നിയപ്പോഴത്തേക്ക് സമയം കടന്നുപോയി. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. നന്മ ചെയ്യുന്നവൻ എന്താണ് അന്വേഷിക്കുന്നത്? സമാധാനം അന്വേഷിക്കുകയാണ്. വചനം പറയുന്നത് അങ്ങനെയാണ്. നന്മ ചെയ്യുന്നവൻ എപ്പോഴും സമാധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യുമ്പോൾ നമുക്കും സമാധാനം, അത് സ്വീകരിക്കുന്നവർക്കും സമാധാനം. കാരണം നന്മ ചെയ്യുന്നിടത്ത് ആരുണ്ട്? ഈശോ ഉണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:6 നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മരണീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. അപ്പം ഈശോയുടെ പേരെങ്ങനെയാ? പുൽക്കുട്ടിൽ ജാതനായ ഈശോയുടെ പേരെങ്ങനെയാ? സമാധാനത്തിൻ്റെ രാജാവ്. എന്തിൻ്റെ രാജാവാണ്? സമാധാനത്തിൻ്റെ രാജാവ്. പ്രത്യേകതകളൊക്കെ നോക്കിയേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഈ ശിശു ആരാ? നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അവൻ ആധിപത്യം അവൻ്റെ ചുമലിലാണ്. ഈ ലോകത്തിൻ്റെ മുഴുവനും എല്ലാ അധികാരവും ആധിപത്യവും ഉള്ളവനാണ് ഈ ശിശു. വിസ്മരണീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. അപ്പം ഈ സമാധാനത്തിൻ്റെ രാജാവായ യേശുവിലേക്ക് കടന്നു വരുന്നവർക്കാണ്, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവർക്കാണ് ഈ ഗിഫ്റ്റ് കിട്ടുന്നത്. ഏത് ഗിഫ്റ്റ് കിട്ടുന്നത്? സമാധാനത്തിൻ്റെ കൃപ കിട്ടുന്നത്. അസ്വസ്ഥതകൾ നിറഞ്ഞ ഈ ലോകത്തിലേക്ക് നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും. പക്ഷെ അവിടെയെല്ലാം സമാധാനത്തോടെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോഴാണ്. സമാധാനത്തിലേക്കുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ സിസ്റ്റർ പറഞ്ഞു, നന്മ ചെയ്യുന്നവർക്ക് സമാധാനം കിട്ടും. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അനുരഞ്ജനമാണ് സമാധാനത്തിലേക്കുള്ള വഴി. എന്താണ്? അനുരഞ്ജനമാണ് സമാധാനത്തിലേക്കുള്ള വഴി. ഈ ലയോ 14 മാർപ്പാപ്പ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് നിങ്ങൾ വല്ലവരും മനസ്സിലാക്കിയായിരുന്നോ? മാർപ്പാപ്പ പറയുകയാണ്, പിണക്കത്തിലായിരിക്കുന്ന, അതായത് ശത്രുതയിലായിരിക്കുന്ന, അനുരഞ്ജപ്പെടാൻ പറ്റാത്ത ഒരു സഹോദരനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു സഹോദരിയെ കണ്ടെത്തി അവനുമായി അനുരഞ്ജനപ്പെടുന്നതായിരിക്കട്ടെ ഈ വർഷത്തെ ക്രിസ്മസ് സമ്മാനമെന്ന്. ഹല്ലേലൂയ. വളരെ നല്ലൊരു സന്ദേശമല്ലേ മാർപ്പാപ്പ പറഞ്ഞത്? ആണോ?
അതെ, നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നത്, അല്ലെ ഈശോയിൽ നമ്മൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നത്, ഏതെങ്കിലും കാരണത്താൽ ഭിന്നിച്ച് നിൽക്കുന്ന, ശത്രുതയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അനുരഞ്ജനപ്പെടുമ്പോൾ അവർക്കും സമാധാനം, നമുക്കും സമാധാനം, ആ സമാധാനം പരസ്പരം നൽകിക്കൊണ്ട് നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയാണ്, എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 2-14 വചനം ഇപ്രകാരമാണ്: കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ആര്? ഈശോ. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ആമേൻ, ആമേൻ. ആരാണ് ഈ ഇരുകൂട്ടര്? ശത്രുതയിൽ കഴിയുന്നവരെ, ഇരുകൂട്ടരെ. അത് 2 തരത്തിലുള്ള അനുരഞ്ജനമുണ്ട്. ഒന്ന് ദൈവവും നമ്മളും തമ്മിലുള്ള അനുരഞ്ജനം. അതാണ് കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ തന്നെ ദൈവവുമായുള്ള ഒരു അനുരഞ്ജനം സാധിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഈ ക്രിസ്മസ്, യേശു മനുഷ്യാവതാരം എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്, ഈ അനുരഞ്ജനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ അനുരഞ്ജനം അവിടെ പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഈ അനുരഞ്ജനം പൂർത്തിയാകുന്നത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായുള്ള അനുരഞ്ജനം കൂടെ പൂർത്തിയാക്കുമ്പോഴാണ്. എഫെസസ് 2:14 നമുക്ക് ഒരുമിച്ച് നേരിട്ട് പറയാം. അവൻ നമ്മുടെ സമാധാനമാണ്. പറഞ്ഞ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:18 ശക്തമായൊരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടണം. അത് ഇപ്രകാരമാണ്: നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. എപ്പോഴാ? ഉള്ളിൽ നിന്ന് രാജ്യത്തേക്ക്, ലോകത്തേക്ക്, കുടുംബത്തിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് സമാധാനം ഒഴുകുന്ന എപ്പോഴാണെന്നാണ് പറയുന്നത്? നീ എൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ. ദൈവത്തിൻ്റെ കൽപ്പന എന്താ? ദൈവത്തിൻ്റെ കൽപ്പന സ്നേഹിക്കുക, അല്ലേ? എല്ലാ കൽപ്പനയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സ്നേഹിച്ചാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു തിന്മയും ചെയ്യാൻ പറ്റത്തില്ല. സ്നേഹിക്കുന്നവരെ നമുക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റത്തില്ല. അവർ നമ്മളെ വെറുത്താലും അവർക്ക് നമ്മളെ വെറുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ നിൻ്റെ സമാധാനം എങ്ങനെയാണ്? നദി പോലെ ഒഴുകും, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. ഈ സങ്കീർത്തനം 85:8 നമുക്കൊന്ന് വായിച്ച് കടന്നു പോകാം. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളുന്നു. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്നവർക്കാണ് ഈ സമാധാനം ദൈവം കൊടുക്കുന്നത്. എങ്ങനെ തിരിയണം? ഹൃദയപൂർവ്വം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയാൽ സമാധാനം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ കടബാധ്യതയുള്ള ഒരു മനുഷ്യന് ആ കടം മുഴുവൻ വീട്ടാനുള്ള സാമ്പത്തിക വരുമാനം കിട്ടിയാൽ പ്രശ്നങ്ങൾ തീരുന്നു നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്ത ഒരാൾക്ക് ഒരു ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതിന് കാരണമാകുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ സമാധാനമായി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളവന് സമാധാനം അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. വീടില്ലാത്തവർ പറയും ഒരു വീടില്ലാത്ത ഓർത്തിട്ടാണ് അസമാധാനം. കടമുള്ളവർ പറയും കടമുള്ളതിനെ ഓർത്തിട്ടാണ് അസമാധാനം. രോഗികളായിരിക്കുന്നവർ പറയും ഞാൻ രോഗിയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് അസമാധാനം. പക്ഷേ രോഗമില്ലാത്തവരോടും പണമുള്ളവരോടും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ കിട്ടുമ്പോഴും, കൂട്ടുകാരുള്ളപ്പോഴും, സുഹൃത്തുക്കളുള്ളപ്പോഴും ഒന്നും ജീവിതത്തിൽ ഒരു സമാധാനമില്ല. ചിലർക്ക് ഒറ്റയ്ക്കിരുന്നാൽ സമാധാനം, ചിലർക്ക് കൂട്ടുകാരുടെ കൂടെ ആയിരുന്നാൽ സമാധാനം. അങ്ങനെ പല വിധത്തിലാണ് നമ്മൾ സമാധാനം കിട്ടുന്നത്. പക്ഷേ അങ്ങനെയുള്ള ലോകം തരുന്ന ഒരു സമാധാനത്തെക്കുറിച്ചല്ല ക്രിസ്മസ് നമുക്ക് തരുന്ന ആ സന്ദേശം. ലോകം തരാത്തൊരു സമാധാനമുണ്ട്, ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്തൊരു സമാധാനമുണ്ട്. ആ സമാധാനത്തിൻ്റെ സമ്മാനവുമായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ഉണ്ണീശോ പുൽക്കൂട്ടിലേക്ക് വന്നിരിക്കുന്നത്. ലോകം തരുന്നത് ഏത് രീതിയിലുള്ള സമാധാനം നമ്മൾ സ്വീകരിച്ചാലും നാളെ അത് പൊട്ടിപ്പോവും, അല്ലേ? ഒരു ചില്ല് ഗ്ലാസ് താഴെ വീഴുന്നത് പോലെയാണ്. നമുക്ക് കൂട്ടുകാർ വഴി കിട്ടുന്ന സമാധാനം, വീട്ടുകാർ വഴി കിട്ടുന്ന സമാധാനം, ഉറ്റ ഫ്രണ്ട്സ് വഴി കിട്ടുന്ന സമാധാനം, ജീവിത പങ്കാളി വഴി കിട്ടുന്ന സമാധാനം, അതിനെല്ലാം മാറ്റങ്ങൾ വരും. അതിനെല്ലാം ഒരു അടിസ്ഥാനവുമില്ല, അതൊന്നും നിലനിൽക്കുന്നതല്ല. പക്ഷേ അതൊന്നും ഇല്ലാത്തപ്പോഴും എനിക്ക് സമാധാനമായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ സമാധാന രാജാവ് ഈശോ എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ്. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്.
ദൈവത്തിന് മഹത്വം. ദൈവത്തിന് എന്താണ്? മഹത്വം. പിന്നെ രണ്ടാമത്തെ എന്താണ്? സമാധാനം ആർക്കാ? ദൈവത്തിന് മഹത്വവും ഭൂമിയിലുള്ളവർക്ക് സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്ന. സത്യത്തിൽ ഇതാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെങ്കിൽ ദൈവം ഭൂമിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സമാധാനം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നിറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യം: ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തുക; രണ്ട്, ഭൂമിക്ക് സമാധാനം കൊടുക്കുക. ഭൂമിക്ക് സമാധാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ കൂടെയുള്ളവരെ സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കുക. അവരെ ഒരു കാരണവശാലും അസ്വസ്ഥപ്പെടുത്താതിരിക്കുക, നൊമ്പരപ്പെടുത്താതിരിക്കുക, ഭാരപ്പെടുത്താതിരിക്കുക, അവരെ മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു ചെല്ലുകയാണ്. രണ്ട് കാര്യമാണ്. ഒന്ന്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഭൂമിയിൽ നമ്മളോടൊത്ത് ചരിക്കുന്നവർക്ക്, നമ്മളോടൊത്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? സമാധാനം കൊടുക്കണം. ഈ വലിയ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞേ, ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്നതുമൊക്കെ നമ്മുടെ തന്നെ മഹത്വത്തിനായിട്ട് ആയിപ്പോവും. നമ്മൾ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ടാവും, അത് നമ്മുടെ തന്നെ മഹത്വത്തിന് വേണ്ടിയിട്ടാകുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗം അവിടെ വരുന്നില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്താലും, ചെറുതും വലുതുമായി എന്ത് കാര്യം ചെയ്താലും അത് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് മഹത്വം. പിന്നെ രണ്ടാമതായിട്ട്, ആരാണോ എൻ്റെ കൂടെ ജീവിക്കുന്നത് അവർക്ക് സമാധാനം. ഹല്ലേലൂയ. അവർക്ക് സമാധാനം, കുടുംബത്തിന് സമാധാനം, കൂട്ടുകാർക്ക് സമാധാനം, കൂടെ പ്രവർത്തിക്കുന്നവർക്ക് സമാധാനം, എല്ലാവർക്കും സമാധാനത്തിൻ്റെ ഒരു സന്ദേശമാണ് എൻ്റെ ജീവിതം. ദൈവത്തിനുള്ള മഹത്വമാണ് എൻ്റെ ജീവിതം. സമാധാനത്തിൻ്റെ സന്ദേശമാണ് എൻ്റെ ജീവിതം. അതാണ് നമ്മളെ ക്രിസ്മസ് അനുസ്മരിപ്പിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:7 നമ്മളിങ്ങനെ വായിക്കുക: അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്ന് പറഞ്ഞ് ആ വചനം എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ ധാരണകളെയും, എല്ലാവരും പറയണേ, നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. കാത്തുകൊള്ളും. എപ്പോഴാ ഈ വചനം എന്താ പറയുന്നത്? നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന എന്ന് പറഞ്ഞാൽ എത്രത്തോളം അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്ന ജീവിത പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും സമാധാനത്തിൽ കാത്തുകൊള്ളൂ എന്നാണ് പറയുന്നത്. അതെപ്പോഴാ? ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേ. ഏതൊക്കെ കാര്യമാണ്? ദൈവത്തിന് മഹത്വവും ഭൂമിക്ക് സമാധാനവും. നമ്മുടെ ജീവിതത ദൈവത്തിന് മഹത്വവും ഭൂമിക്ക് സമാധാനവും. അങ്ങനെയുള്ള ജീവിതങ്ങളായി നമ്മൾ മാറുകയാണ്. അപ്പോൾ സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമാധാനം ദൈവകൃപയുള്ളവർക്ക് എന്ന് പറയുമ്പോൾ, അങ്ങനെ ജീവിക്കണമെങ്കിൽ ദൈവകൃപയുള്ളവർക്കേ പറ്റുള്ളൂ, അല്ലേ? ദൈവത്തിൻ്റെ കൃപയാണത്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു കൃപ, മറ്റുള്ളവർക്ക് സമാധാനം കൈമാറിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ. അങ്ങനെ കൃപയുള്ളവർക്കാണ് ഇത് സാധിക്കുന്നത്. പലതേറുമേർത്തി ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഹീബ്രു ഭാഷയിൽ സമാധാനത്തിന് പറയുന്ന വാക്കെന്തെന്നറിയാവോ? ഷാലോം. ഷാലോം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമാധാനം. സമാധാനത്തോടെ ഇരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, അസ്വസ്ഥപ്പെടാതിരിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുക എന്നാണ് പറയുന്നത്. ഒരിക്കൽ പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്ത് ഒരു വലിയ രാജാവ്, ഭയങ്കര മിടുക്കന് സമർത്ഥനുമായ ഒരു രാജാവായിരുന്നു. പുള്ളി ഒരിക്കൽ 2 രാജ്യത്തുള്ള എല്ലാ കലാകാരന്മാരെയും വിളിച്ചു. ഇവിടെയുണ്ടോ കലാകാരന്മാർ? കലാകാരന്മാരെ വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു, ഏറ്റവും നല്ല ചിത്രം വരയ്ക്കുന്നവർക്ക് ഞാൻ ഏറ്റവും നല്ലൊരു സമ്മാനം തരും. ചിത്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം?
സമാധാനത്തെ പ്രതിനിധീകരിക്കുന്ന, സമാധാനം എന്ന് പറയുന്ന ആ സത്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിത്രമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കലാകാരന്മാരെല്ലാവരും ഓരോരുത്തർ ഓരോ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ചിലർ നല്ല പച്ച പുൽമേടുകൾ വരച്ചു, ചിലർ വളരെ മനോഹരമായിട്ട് ശാന്തമായിട്ട് ഒഴുകുന്ന നദികൾ വരച്ചു, ചിലർ സൂര്യാസ്തമയം വരച്ചു വെച്ചു. ഇങ്ങനെ ഓരോന്നും വരച്ചു. പക്ഷേ രാജാവ് ഇങ്ങനെ മാർക്കിടാൻ വേണ്ടിയിട്ട് ഓരോ ചിത്രത്തിൻ്റെ അടുത്ത് എന്ന് നിൽക്കുമ്പോൾ രാജാവ് നിന്നുപോയി, ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്നുപോയി. അതേതായിരുന്നെന്നറിയാവോ? ഭയങ്കര മഴ പെയ്യുന്ന ചിത്രം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ കാണിച്ചിരിക്കുന്നതാണ് ഇടിമിന്നലും. പിന്നെ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് 2 പാറക്കെട്ടുകൾ. ആ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു കുഞ്ഞി പക്ഷി. ഇതാണ് ഒരാൾ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ രാജാവ് അതിൻ്റെ മുൻപിൽ നിന്നു. രാജാവ് പറഞ്ഞു, ഞാൻ ഇതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്നത്. ഇതാണ് സമ്മാനത്തിന് അർഹമായിരിക്കുന്ന ചിത്രം. അപ്പം നമുക്കൊരു സംശയം തോന്നും, എന്താണത് കാരണം? ഈ പെരുമഴയത്ത് എന്താണ് സമാധാനമുണ്ടോ? ഇടിമിന്നുമ്പോൾ എന്താണ് സമാധാനമുണ്ടോ? അതായത് സമാധാനം എന്ന് പറയുന്നത്, രാജാവ് പറയുകയാണ്, സമാധാനം എന്ന് പറയുന്നത് പുറത്ത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതെല്ലാം സംഭവിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ, ആ പാറക്കെട്ടിനുള്ളിൽ ശാന്തവനായിരുന്ന കുഞ്ഞുകുരുവിയെ പോലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ പുറത്തുള്ളതൊന്നും നമ്മളെ അസ്വസ്ഥപ്പെടുത്താതെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നതാണ് സമാധാനമെന്ന് കണ്ടെത്തിയിട്ട് ആ ചിത്രത്തിലൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് രാജാവ് അതിന് മാർക്ക് കൊടുക്കുകയാണ്, അതിന് സമ്മാനം കൊടുക്കുകയാണ്. പലപ്പോഴും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. പുറത്തെന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴത്തേക്ക്, കുടുംബത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും നമ്മൾക്കത് അസ്വസ്ഥതയാണ്. അപ്പോൾ ആ കുഞ്ഞിക്കുരുവി പെരുമഴയിലേക്ക് പോകാതെ, ഇടിമിന്നലേക്ക് പോകാതെ, ആ പാറക്കെട്ടിനുള്ളിൽ അതെല്ലാം ശാന്തമാകുന്നത് വരെ ഒളിച്ചിരുന്നത് പോലെ, പമ്മിയിരുന്നത് പോലെ നമ്മളും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് പോകാതെ, ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ ലോകത്ത്, നമ്മുടെ കുടുംബത്ത് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കണം. സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തന്നെ കണ്ടെത്തണം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ സമാധാനം എന്ന് പറയുന്ന അങ്ങനെ കഴിയണമെങ്കിൽ ദൈവത്തോടുള്ള ശരിയായ ബന്ധം നമുക്ക് വേണം. ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും, കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും, ഇങ്ങനെ ഈ കുഞ്ഞിക്കുരുവിയെ പോലെ സുരക്ഷിതമായിട്ട് സമാധാനമായിട്ട് ചിന്തിച്ചിരിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത്രമാത്രം നല്ലതായിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. കണ്ടോ? ആരെയാ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നത്? ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് സമാധാനത്തിൽ കഴിയാനായിട്ട് പറ്റുന്നത്. എന്തെന്നാൽ അവൻ അങ്ങിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല പലരും സമാധാനത്തോടെ ഇരിക്കുന്നത്, പലരും സന്തോഷത്തോടെ ഇരിക്കുന്നത്, പലരും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരിയായിട്ട് ദൈവത്തിന് എന്നെ സംരക്ഷിക്കാൻ പറ്റും, ദൈവത്തിന് ഈ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റും, ദൈവം ഇടപെട്ടുകൊള്ളും. അങ്ങനെയുള്ളൊരു ചിന്തയോടെ ജീവിത പ്രശ്നങ്ങളെ, കുടുംബ പ്രശ്നങ്ങളെ, ലോക പ്രശ്നങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ ശാന്തമായിട്ടിരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കൃപ, ഏറ്റവും വലിയ അനുഗ്രഹം. വലത്തേറെ ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം നമുക്കൊന്നും കൂടെ പറയാം. വചനത്തിൻ്റെ അഭിഷേകം ഉള്ളിലോട്ട് കയറണം. കയറുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ പറഞ്ഞ് അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആമേൻ, 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 ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. ഇനി സങ്കീർത്തനം 16:11 നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 16:11. ഓരോ വചനവും നമ്മളെ കൃപ കൊണ്ട് നിറയ്ക്കുവാണ്. ഓരോ വചനവും നമുക്ക് അഭിഷേകം തന്നാണ് നമ്മൾ കേൾക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ആ വചനം നമ്മളിലേക്ക് ആയിത്തീരുന്നത്. സങ്കീർത്തനം 16:11 കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അവിടുത്തെ വലത്ത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഉണ്ണീശോ കയ്യും ഇങ്ങനെ തുറന്നു വെച്ച് പുൽക്കൂട്ടിൽ കിടക്കുമ്പോൾ ഈ 2 കൈയിലും എന്തുണ്ട്? ഒരു കയ്യിൽ സമാധാനവും മറ്റേ കയ്യിൽ സന്തോഷവും. അപ്പോൾ അത് രണ്ടും സ്വീകരിക്കണം. അത് രണ്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ അടുത്ത 2 സമ്മാനം ആ കൈക്കകത്ത് വരും. അതെന്താണ്? അതെന്താണ് ആ സമ്മാനം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
48:22 പറയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. ചില കൂട്ടരുണ്ട് അങ്ങനെ, അല്ലേ? അവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അവർക്ക് എന്തുണ്ടാകുകയില്ല? ഉള്ളിലൊരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. ഉള്ളിലൊരിക്കലും സമാധാനമില്ലാത്തവരെ ബൈബിൾ വിളിക്കുന്നത് എങ്ങനെയാണ് വിളിക്കുന്നത്? ദുഷ്ടർക്ക്. ഉള്ളിൽ തിന്മ കൊണ്ടു നടക്കുന്നവർക്ക്. അവർ അസ്വസ്ഥരാകുന്ന എപ്പോഴാണെന്നറിയാവോ? മറ്റുള്ളവർക്കൊരു നന്മ കിട്ടുന്ന കാണുമ്പോൾ അവർ അസ്വസ്ഥരാ, അല്ലേ? നമുക്കില്ലാത്തൊരു നന്മ അവർക്ക് കിട്ടുന്ന കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യെശയ്യാ 48:22, കർത്താവ് അരുൾ ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദുഷ്ടർക്കൊരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല എന്നാണ് തിരുവചനം പറയുന്നെങ്കിൽ ഈ സമാധാനം എവിടെ നിന്ന് വരുന്നതാ? മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നന്മയിൽ നിന്ന് വരുന്നതാ, അല്ലേ? ഉള്ളിൽ നന്മയുള്ളവനാണ്, ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നവനാണ്, അധരത്തിൽ നന്മ സൂക്ഷിക്കുന്നവനാണ് എപ്പോഴും ജീവിതത്തിൽ എന്തനുഭവിക്കാൻ പറ്റുന്നത്? സമാധാനം അനുഭവിക്കാൻ പറ്റുന്നത്. ആരോടെങ്കിലും അസൂയുണ്ടെങ്കിൽ, ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആരോടെങ്കിലും പ്രതികാര മനോഭാവം ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും അനുരഞ്ജനപ്പെടാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു സമാധാനവും ഉണ്ടാകുകയില്ല. അതിനും വേറെ ആരുമല്ല കാരണക്കാർ. എൻ്റെ അസമാധാനത്തിന് കാരണം ആ വ്യക്തിയാണ്, ഈ വ്യക്തിയാണ്, ആ വ്യക്തി അങ്ങനെ പറഞ്ഞതാണ്, ഈ വ്യക്തി ഇങ്ങനെ ചെയ്തതാണ്, അതൊന്നുമല്ല കാരണം. ആ വ്യക്തി അങ്ങനെ ചെയ്യുമ്പോഴും, ഈ വ്യക്തി ഇങ്ങനെ പറയുമ്പോഴും, ആ വ്യക്തി എന്നെ തള്ളിക്കളയുമ്പോഴും, എന്നെ മാറ്റി നിർത്തുമ്പോഴും എൻ്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കാൻ പറ്റും? സമാധാനമായിരിക്കാൻ പറ്റും. എങ്ങനെ? നമ്മളെ തള്ളിക്കളയുന്നവരെയും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെയും നമ്മളെ അവഗണിക്കുന്നവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് നന്മയുള്ളവരായിരിക്കാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ നന്മ വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും ദൈവ സമാധാനം കൊടുക്കും. അവർക്കും സമാധാനം കൊടുക്കും, നമുക്കും സമാധാനം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആർക്കാ സമാധാനം? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താ ഈ സന്മനസ്സെന്ന് പറയുന്നത്? ക്ഷമിക്കാനുള്ള മനസ്സ്, സഹിക്കാനുള്ള മനസ്സ്, നന്മ ചെയ്യാനുള്ള മനസ്സ്, പ്രാർത്ഥിക്കാനുള്ള മനസ്സ്, അങ്ങനെ ഒരുപാട് നന്മകൾ ഹൃദയത്തിൻ്റെ ചെപ്പിൽ, മനസ്സിൻ്റെ ചെപ്പിൽ കൊണ്ടു നടക്കുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത്? സമാധാനം ലഭിക്കുന്നത്. ഈശോ വന്നപ്പോൾ കൊണ്ടുവന്നത് തന്നെയാണ് ഈശോ പോയപ്പോഴും നമുക്ക് തന്നിട്ട് പോയത്. വചനം ഓർക്കുന്നുണ്ടോ? ഈശോ വന്നപ്പോൾ കൊണ്ടുവന്നത് എന്തായിരുന്നു? സമാധാനം. അത് വിളിച്ചു പറഞ്ഞു, മാലാഖമാർ വിളിച്ചു പറഞ്ഞു, അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിക്ക് സമാധാനവും. ഇനി പോകാൻ സമയമായപ്പോൾ എന്താ പറഞ്ഞു? യോഹന്നാന്റെ സുവിശേഷം 14:27 നോക്കിക്കേ. ഈശോ ഈ നമ്മളെ സ്നേഹിച്ച് നമുക്ക് സമാധാനം തന്ന് പോകുന്ന സമയത്ത്, ഈ ലോകം വിട്ട് ഈശോ പോകുന്ന സമയത്ത് പറഞ്ഞ എന്താണ്? ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്ത് തന്നിട്ട് പോകുന്നു? സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ആ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട്. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. ലോകം നൽകുന്ന സമാധാനമല്ല, മറിച്ച് അതൊരു സ്പെഷ്യലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ ഇവിടെ കേക്കും കൊണ്ട് വന്നവർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഇത് സാധാരണ കേക്കല്ല, ഇത് സ്പെഷ്യൽ കേക്കാന്ന് പറഞ്ഞു. ഇതിന് ഇച്ചിരി വിലയൊക്കെ കൂടുതലുണ്ട്, പക്ഷേ ഇത് സാധാരണ കേക്കല്ല, ഇത് സ്പെഷ്യൽ കേക്കാന്ന് പറഞ്ഞു. ഇതുപോലെ ഈശോയുടെ ആ സമാധാനം എന്ന് പറയുന്നത് അത് സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് കർത്താവ് കൃത്യമായിട്ട് എടുത്ത് പറയുകയാണ്, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. എന്ത് ചെയ്യണം? ഈശോയിൽ വിശ്വസിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:20 നോക്കിയേ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ആമേൻ. എപ്പോഴാണ് ഈ സന്തോഷം ഉള്ളിൽ നിറഞ്ഞത്? എപ്പോഴാണ് ശിഷ്യന്മാർക്ക്? ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, ആട്ടിടയന്മാർ ഈശോയെക്കുറിച്ച് കേട്ടിട്ട് അവർക്കങ്ങോട്ട് തൃപ്തിയായില്ല. കേട്ട കാര്യങ്ങളിൽ അവർക്ക് അതിൻ്റെ പൂർണ്ണത ലഭിച്ചത് എപ്പോഴാണെന്നാണ് പറഞ്ഞത്? കേട്ട കാര്യം അന്വേഷിച്ച് അവർ പോയി, അവർ കണ്ടു. ഈശോ പിറന്ന് അവർ കണ്ടു, പുൽത്തൊഴുത്തിലെ ഈശോയെ അവർ കണ്ടു. ഇവിടെ ഇതാ പറയുന്നത്, യേശുവിൻ്റെ കൈകളും സ്പർശവും അവനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ
യേശു തന്നെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് ഞാനാണ് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന് പറഞ്ഞ് കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ് ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ വന്നപ്പോഴും ഈശോയ്ക്ക് ഒറ്റ കാര്യം പറയാനുള്ളായിരുന്നു. ഈശോ പോയപ്പോഴും, നമ്മളെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോഴും ഈശോയ്ക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അതെന്താണ്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അത് ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റില്ല. അത് സ്പെഷ്യലാണ്. അത് ആർക്കാണ് അനുഭവിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ തിരുവചനത്തിലൂടെ കണ്ടു. ഇനി മത്തായിയുടെ സുവിശേഷം 5:9 നമുക്ക് നോക്കാം. ഓരോ വചനത്തിനും ഭയങ്കര ശക്തി അഭിഷേകമുണ്ട്. സമാധാനം സ്ഥാപിക്കുന്നവരെ സ്വർഗം വിളിക്കുന്നത് എങ്ങനെയാണ്? ഭാഗ്യവാന്മാർ. സ്വർഗം വിളിക്കുന്നത് സമാധാനം സ്ഥാപിക്കുന്നവർ. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്ന വ്യക്തി ഞാനാണെങ്കിൽ ഞാൻ സ്വർഗത്തിൻ്റെ നോട്ടത്തിൽ ഭാഗ്യവതിയാണ്. ഇനി ഞാനാണ് എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതയ്ക്ക് കാരണമെങ്കിൽ അതും സ്വർഗം കാണിയാലേ? കാണുമോ? കാണും. അപ്പോൾ അത് ഓർത്തോളണം. ഇനി യോഹന്നാന്റെ സുവിശേഷം 16:33 നോക്കി. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാണ്. 16:33 യോഹന്നാന്റെ സുവിശേഷം തന്നെ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതായത് ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കളയരുത്. എങ്ങനെ ഇരിക്കണം? ധൈര്യപൂർവ്വം ഇരിക്കണം. ഈയപ്പാറ്റ പോലെ വിറയ്ക്കരുത്, അല്ലേ? എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ടെൻഷൻ വന്നിട്ട്, സ്ട്രെസ് വന്നിട്ട് നമ്മളിങ്ങനെ ഇനി എന്നതായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഓർത്തുകൊണ്ട് ഇങ്ങനെ നിന്ന് വിറയ്ക്കരുത്. കർത്താവിൻ്റെ വചനം ഓർക്കണം. എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യമായിരിക്കണം. ഹല്ലേലൂയ. എങ്ങനെ ഇരിക്കണം? ധൈര്യമായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മനോഹരമായ പ്രാർത്ഥനയിലെ ഒരു സെൻറ്റൻസ് വളരെ ഹൃദയസ്പർശിയാണ്. മറന്നുപോകാൻ പറ്റില്ലാത്തൊരു പ്രാർത്ഥനയാണ്. എന്താണത്? ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണേ. വലത്തേറെ ഉയർത്തി എന്ന് പറഞ്ഞേ. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണേ. ഒന്നും കൂടെ പറഞ്ഞേ. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ സന്തോഷമില്ലാത്തവർക്ക് ക്രിസ്ത്യാനി എന്നുള്ള പേരിന് പോലും അർഹതയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് USA എന്ന് വരെ നമുക്കിവിടെ ക്രിസ്മസിന് നമുക്ക് അതിഥികൾ എത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇവർ USA എന്ന് ഇങ്ങോട്ട് വന്ന്? എന്തിനാണ്? നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് എന്താണ് ആ സന്തോഷം അങ്ങോട്ട് പകരാൻ വേണ്ടിയിട്ടാണ്. പിള്ളേർ പുറത്തൊക്കെ പോയിട്ട് ക്രിസ്മസിനൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേന് സന്തോഷം വർദ്ധിക്കുമല്ലേ? അപ്പോൾ കുടുംബത്തിലെ സന്തോഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ടോ ഇങ്ങനെയുള്ള വേദിയിലേക്ക് വരുന്നത് അവരുടെ സന്തോഷത്തിന് മുഴുവൻ അടിസ്ഥാനം ഈശോയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈശോയ്ക്ക് നന്ദി പറയാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതെല്ലാം പിന്നീട്. ആദ്യത്തെ കാര്യം ദൈവത്തിൻ്റെ കാര്യം. അങ്ങനെ അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നമുക്ക് പറഞ്ഞില്ലേ, ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് സമാധാനമാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ സിസ്റ്റർ പറഞ്ഞു അത് സന്തോഷമാണെന്ന് പറഞ്ഞു. ഈ സമാധാനം ഉള്ളിലില്ലെങ്കിൽ, നിങ്ങളെന്ന് ചോദിച്ചു നോക്കിയേ, ഉള്ളിലൊരു സമാധാനം ഇല്ലെങ്കിൽ ആരോടെങ്കിലും സന്തോഷത്തോടെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റിയല്ല. ആരോടും പറയാൻ പറ്റിയല്ല. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്കൊരാളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, സന്തോഷമില്ലാത്തവർക്കേ, ഉള്ളിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്തവർക്ക് ഏത് പേരിന് അർഹതയില്ലെന്നാണ് പറയുന്നത്. മാർപ്പാപ്പ പറഞ്ഞതാ. ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് അർഹതയില്ല, യോഗ്യതയില്ല എന്നാണ് പറയുന്നത്. സഭാപ്രസംഗൻ്റെ പുസ്തകം 12:1 ഒരു വചനമുണ്ട്. അത് പ്രകാരമാണ്: ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുൻപ് യൗവന കാലത്ത് നീ നിൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ സമാധാനവും സന്തോഷവും ഇല്ല എങ്കിൽ
നമുക്കൊരിക്കലും ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഏതെങ്കിലും കാരണത്താൽ ഈ സമാധാനവും സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നിനക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നിലും സന്തോഷം തോന്നുന്നില്ല, ഒന്നിലും ഒരു കാര്യം കേട്ടിട്ട് ഒരു കാര്യം കണ്ടിട്ട് ഒന്നിനും ഒരു സന്തോഷം തോന്നില്ല. നീ എന്ത് ചെയ്യണം? നീ നിൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് നോക്കുക. ദൈവമാണ് നിനക്കിതെല്ലാം തരുന്നത്. പ്രഭാഷകൻ 14:14 പറയുന്നു, ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ നിനക്ക് അർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ട എന്ന് വയ്ക്കരുത്. ഹല്ലേലൂയ. രണ്ട് കാര്യമാണ് പറയുന്നത്. ഇന്നിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. ഇത് നമ്മുടെ ഈ കൂട്ടായ്മയിലൊക്കെ വരുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ, എല്ലാവരും കാണുമ്പോൾ, എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, എപ്പോഴും കൂട്ടായ്മയിൽ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം വർദ്ധിപ്പിക്കുന്നുണ്ട്, സമാധാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മുടെ സമാധാനം നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നടക്കരുത്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നടക്കരുത്. ഒറ്റപ്പെട്ട് നടക്കുന്നവന് ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. ഒരിക്കലും ഒരു വൃത്തനായ ചേട്ടനോ, അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ എല്ലാവരുടെയും കൂടെ സന്തോഷിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ദുഃഖിച്ച് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പോകാൻ തീരുമാനമെടുത്തു. വീടിൻ്റെ വാതിലൊക്കെ അടച്ചു, ആർക്കും വീട്ടിലേക്ക് പ്രവേശനമില്ല, ഇയാളും ഒരിടത്തോട്ടും ഇറങ്ങുന്നില്ല. പക്ഷേ ക്രിസ്മസ് കാലഘട്ടമായിരുന്നത് കൊണ്ട് എല്ലാ പട്ടണങ്ങളും, എല്ലാ തെരുവുകളും, കടകളും, പള്ളികളും, കോൺവെൻറ്റുകളും എല്ലാം ഇങ്ങനെ ലൈറ്റ് കൊണ്ട് അലങ്കൃതമായിരിക്കുക. ഭയങ്കരമായ ആഘോഷം പുറത്ത് നടക്കുക. അപ്പം ക്രിസ്മസ് ഇങ്ങനെ കരോളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ വാതിൽ തുറക്കുന്നേയില്ല. അപ്പം എന്ത് ചെയ്തു? ആ വീടിൻ്റെ വാതിലിൽ ആരോ ഒന്ന് മുട്ടി. അപ്പോൾ അകത്തുനിന്നൊരു സ്വരം കേട്ടു, ഞാൻ ഈ വാതിൽ തുറക്കുന്ന പ്രശ്നമില്ല, ആരാണേലും പൊക്കോളുകാൻ പറഞ്ഞു. ശക്തമായൊരു സ്വരം, ആരാണേലും പൊക്കോ, ഞാൻ ഈ വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ വീണ്ടും പുറത്തുനിന്നൊരു സ്വരം കേട്ടു, ഇതിന് ഞാനൊരു സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഈ സമ്മാനത്തിന് പൈസ തരേണ്ട, സൗജന്യമായിട്ടുള്ളൊരു സമ്മാനമാണ്, വാതിൽ തുറന്ന് ഇത് സ്വീകരിക്കാൻ പറഞ്ഞു. സൗജന്യമായിട്ട് വരുന്ന സമ്മാനമോ? എങ്കിൽ പിന്നെ ശരി, വാതിലൊന്ന് തുറന്നേക്കാം എന്ന് കരുതി നമ്മുടെ വൃത്തനായ ചേട്ടന് വാതിൽ തുറന്ന് പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ അവിടെ ഒരു പയ്യന് ഒരു തിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ ഈ തിരി ഈ അപ്പച്ചൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പച്ച, ഇതാണ് എനിക്ക് അപ്പച്ചന് തരാനുള്ള സമ്മാനം. അപ്പോൾ അപ്പച്ചൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴിയാൻ തുടങ്ങി. ഈ കത്തിച്ച തിരിയുമായിട്ട് ഈ അപ്പച്ചൻ വീടിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് അപ്പച്ചൻ്റെ വീട് നിറയെ വിളക്കുകൾ തെളിക്കാതെ, ലൈറ്റ് ഇടാതെ, ഇരുട്ടത്ത് ദുഃഖിച്ചിരുന്ന ആ മനുഷ്യൻ്റെ വീട് നിറയെ പ്രകാശം പരക്കാൻ തുടങ്ങി. ആ വീട്ടിലെ പ്രകാശം അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഞാനാണ് ഈ സന്തോഷം സ്വീകരിക്കാത്തത്, ഞാനാണ് ഈ സമാധാനം സ്വീകരിക്കാത്തത്, ഞാനാണ് ഈ പ്രകാശത്തിലേക്ക് വരാത്തത്. ഞാൻ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലേക്ക് വന്നാലേ, എൻ്റെ അടച്ചിട്ട വാതിലുകൾ തുറന്ന് ഞാൻ പുറത്തേക്ക് വന്നാലേ എനിക്കും ഈ സന്തോഷം, എല്ലാവരും അനുഭവിക്കുന്ന ഈ സന്തോഷം, എല്ലാവരും അനുഭവിക്കുന്ന ഈ സമാധാനം അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം പുറത്തോട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതുപോലെയാ നമ്മളൊക്കെ ക്രിസ്മസിന് പോലും ഈ വാതിലടച്ചിട്ട് അകത്തിരിക്കുന്നവരാ, അല്ലേ? ക്രിസ്മസിന് പോലും വാതിലടച്ചിട്ട് അകത്തിരിക്കുന്നവരെ. എനിക്കെല്ലാവരെയും പോലെ സന്തോഷം അനുഭവിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, എനിക്കതില്ല, എനിക്കിതില്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല. അവരൊക്കെ നടക്കട്ടെ, തുള്ളട്ടെ, സന്തോഷിക്കട്ടെ, ഞാൻ എൻ്റെ വീടിനുള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കും. അതല്ല ക്രിസ്മസ്. ഓരോ ക്രിസ്മസിനും എൻ്റെ വീടിൻ്റെ മുൻപിലെ വാതിലിലും എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിലും ഒരു പയ്യൻ, ഒരു കൊച്ച് വന്ന് തിരിയും കത്തിച്ച് നിൽക്കുകയാണ്. അതാരാ? അത് ഈശോയാ. കുഞ്ഞ്, നീ പുറത്തോട്ട് വാ, നീ കൂട്ടായ്മയിലേക്ക് വാ, നീ ഈ തിരി വെളിച്ചത്തിലേക്ക് വാ, നീ വെട്ടത്തിലേക്ക് വാ. നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖങ്ങളും കുറ്റബോധവും സങ്കടവും ഒക്കെയായിട്ട് കൂരിരുട്ടിൽ അന്ധകാരത്തിൽ ഇരിക്കേണ്ടവനല്ല നീ. നീ പ്രകാശത്തിൻ്റെ മകനാണ്. നിന്നെ പ്രകാശിപ്പിക്കാനാണ് ക്രിസ്മസ് വന്നിരിക്കുന്നത്. പ്രകാശമാണ്, ക്രിസ്തുവിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ആ പ്രകാശത്തിലേക്ക് നമുക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇരുട്ടത്തിരിക്കുന്നതാണോ നമുക്ക് സന്തോഷം, പ്രകാശത്തിലിരിക്കുന്നതാണോ നമുക്ക് സന്തോഷം? ഇരുട്ടത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താ? കറണ്ട് പോയി ഇരുട്ടത്തായാലോ ഫീൽ ചെയ്യുന്നത് എന്താ? ഒന്നും ഫീൽ ചെയ്യാറില്ലേ? എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ പേടി തോന്നുന്നു, നിങ്ങൾക്കോ? അല്ലേ? പലപ്പോഴും നമുക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? വെളിച്ചമുള്ളപ്പോഴാണ്. ഒരരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്നത് എന്താണ്? ഈ കാലിൻ്റെ അടി വല്ലതും ഉണ്ടാവോ, അങ്ങോട്ട് എഴുന്നേറ്റ് മാറാവോ, അവിടെ വല്ലതും തട്ടി വീഴുന്നുണ്ടോ, ഇവിടെ വല്ലതും ഇരിപ്പുണ്ടോ, അവിടെ വല്ലതും ഉണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? ഈ പിള്ളേരെയൊക്കെ ഇരുട്ട് മുറിയിലോട്ട് വിടുവാണെങ്കിൽ അവരെന്ത് ചെയ്യും? അയ്യോ എന്ന് പറഞ്ഞ് കാറിക്കൊണ്ട് തിരിച്ചു വരും. അപ്പോൾ ഇരുട്ട് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന സാധനമാണ്.
പ്രകാശം വരുമ്പോൾ നമുക്കൊരിക്കലും ഭയമില്ല. പ്രകാശത്തിൽ നമുക്കൊരിക്കലും ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. എല്ലാം വ്യക്തമാണ്. പ്രകാശം എല്ലാം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വലത്തേർ ഉയർത്തി പറഞ്ഞേ, കർത്താവിൻ്റെ സന്നിധിയിൽ ആ പ്രകാശത്തിലേക്ക് നമ്മൾ വരണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60:1 പറയുകയാണ്, ഉണർന്ന് പ്രശോഭിക്കുക. എങ്ങനെ പ്രശോഭിക്കണം? ഉണർന്ന് പ്രശോഭിക്കുക. നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി പറഞ്ഞേ, ഉണർന്ന് പ്രശോഭിക്കുക. നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 60:20 അഭിഷേകം കൂടെ നമുക്ക് സ്വീകരിക്കാം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല എന്ന് പറഞ്ഞേ. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല. ആരാ നിന്റെ സൂര്യൻ? ഈശോ. നിന്റെ ചന്ദ്രൻ മറയുകയില്ല. കർത്താവ് നിനക്ക് നിത്യപ്രകാശമായിരിക്കും. നിന്റെ വിലാപ ദിനങ്ങളെല്ലാം അവസാനിക്കും. വലത്തേരുമേർത്തി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ചിന്തിക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എൻ്റെ ജീവിതത്തിൽ? എൻ്റെ സങ്കടങ്ങൾ മാറിയിട്ട്, എൻ്റെ വിലാപ ദിനങ്ങൾ അവസാനിച്ചിട്ട്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട്, എൻ്റെ കടബാധ്യതകളെല്ലാം തീർന്നിട്ട് ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാകുമോ? അല്ലേ? കർത്താവാ പറയുന്നത്. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? കർത്താവാ പറയുന്നത്. ഉണ്ടോ? എല്ലാ മനുഷ്യരെയും, യോഹന്നാന്റെ സുവിശേഷം 1:9, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആമേൻ, ആമേൻ. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. നിന്റെ മനസ്സ്, നിന്റെ ചിന്തകൾ, നിന്റെ ഹൃദയം കൂരിരുട്ടിലാണെങ്കിൽ, നിരാശയിലാണെങ്കിൽ, സങ്കടത്തിലാണെങ്കിൽ, ദുഃഖഭാരത്തിലാണെങ്കിൽ, വചനം പറയുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അതായത് നിന്റെ ജീവിതത്തിലെ ഒരു നന്മയെയും ഇരുളിന് കീഴടക്കാൻ പറ്റത്തില്ല. കാരണം ഈശോ നിന്നിലുണ്ട്, എന്നിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ, ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനം 27:1 നമുക്ക് ഒരുമിച്ച് പറയാം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? ഓർക്കെ പറഞ്ഞേ, കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 18:28 അഭിഷേകം നമുക്ക് പ്രാപിക്കാം. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. പറഞ്ഞേ, അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു, എൻ്റെ അന്ധകാരം അകറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മനുഷ്യൻ്റെ മനസ്സുകളിൽ നിന്നും അന്ധകാരത്തെ ദൂരെ അകറ്റുന്ന ദിവസമാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ, ആമേൻ, ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അങ്ങെൻ്റെ ദീപം കൊളുത്തുന്നു. ആരാ? ഈശോ. ഈശോ എൻ്റെ ദീപം കൊളുത്തുന്നു. ഉണ്ടോ? ആ കൊച്ചു ബാലൻ ഒരു തിരിയുമായിട്ട് വാതൊക്കെ വന്ന് നിന്നിട്ട് ആ വീട്ടിലേക്ക്, ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തിരി കത്തിച്ചു കൊടുത്തിട്ട് പോയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് എന്നെയും നിങ്ങളെയും പ്രകാശിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു തിരി കർത്താവ് തെളിച്ച് തരുക. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? വചനം ഒന്ന് പറയാവോ? അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു, എൻ്റെ അന്ധകാരം അകറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 34:5 അഭിഷേകം കൂടെ സ്വീകരിക്കാവോ? അതറിയാവോ? കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. പറഞ്ഞേ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. വലത്തുകര ഉയർത്തി ഉറക്കെ പ്രഖ്യാപിച്ചേ, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല, അവർ ലജ്ജിതരാവുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇപ്പം നമ്മുടെ 2 കൈ നിറയെ സമ്മാനമാണ്. എന്താണ്? എന്ത് സമ്മാനമാണ് മേടിച്ചേ? സമാധാനം. പിന്നെ എന്താ സ്വീകരിച്ചേ? സന്തോഷം. പിന്നെ എന്താ സ്വീകരിച്ചേ? ഹൃദയത്തിലേക്ക് ഒരെണ്ണം സ്വീകരിച്ചു. അതെന്താണ്? പ്രകാശം. എൻ്റെ ഹൃദയം ഇപ്പോൾ പ്രകാശപൂരിതമാണ്. ഇനി എൻ്റെ ജീവിതം മുഴുവനിലേക്ക് സ്വീകരിക്കാൻ പോകുന്ന മറ്റ് സമ്മാനമാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. ആമേൻ, ഹല്ലേലൂയ. യെശയ്യാ 30:19 ഈ സമ്മാനം ഉള്ളത്.
യെശയ്യാ 30:19 പറയുമ്പോഴാണ് ഈ സമ്മാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. എന്താണെന്നറിയോ? ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. ധൈര്യമുള്ളവരുണ്ട് നെഞ്ച കൈവച്ചിട്ട് പറഞ്ഞേ, ഇനിമേൽ ഞാൻ കരയുകയില്ല. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നല്ലേ? എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലായിരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ അത് ഓർത്ത് ഇങ്ങനെ മുങ്ങിക്കൊണ്ട് നടക്കിയലായെന്ന്, അതോർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നടക്കിയലായെന്ന്. അല്ല, ഉയർത്തി പറയാവോ? ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. അത്രത്തോളം ഇനി ഇങ്ങനെ മുങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റാത്ത വിധം നിന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുവാണ്? സുഖപ്പെടുത്തിയിരിക്കുവാണ്. നിന്നെ ഞാൻ ബലപ്പെടുത്തിയിരിക്കുകയാണ്. നിന്നെ ഞാൻ കൃപയുള്ള വ്യക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. നിന്നെ ഞാൻ സന്തോഷമുള്ള വ്യക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. നിന്നെ ഒന്നിനും ദുഃഖിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നും കൂടെ പറഞ്ഞേ, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിന്നോട് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? കരുണ കാണിക്കുക. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നിറഞ്ഞ് കവിഞ്ഞ് നമ്മുടെ മേൽ ഒഴുകിയ ഒരു സംഭവമാണ് എന്ത്? ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ അതാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായത്. ആമേൻ, ഹല്ലേലൂയ. നമ്മളിനി സങ്കടപ്പെടാതിരിക്കാൻ, കരയാതിരിക്കാൻ, വിഷമിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ ആ കരുണയും സ്നേഹവും നമ്മളിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. വേണോ? വേണം. ഒരു വചനം കൂടെ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം കരുണ കാണിക്കാതിരിക്കുമോ? ഇല്ല. ഉണ്ടോ? ഈശോ ഫൗസ്റ്റീനായിലൂടെ പറയുകയാണ്, എൻ്റെ കരുണ യാചിക്കുന്ന ആത്മാക്കൾ എന്നെ ആനന്ദിപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമുക്കിനി ഉടനെ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്കിതെല്ലാം ഈ സിസ്റ്റർ പറഞ്ഞ ഈ സമ്മാനങ്ങൾ, ക്രിസ്മസിൻ്റെ മുഴുവൻ സമ്മാനങ്ങളും നമ്മൾ എടുക്കുവാണ്, നമ്മൾ സ്വീകരിക്കുകയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ. ആമേൻ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ.